ഒരിക്കൽ കൂടെ വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്ക് ഒരു ദിവസം കൂടെ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുവാൻ കർത്താവ് നമുക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ തന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട ദൈവാത്മാവ് എന്നോട് സംസാരിച്ച ഒരു ദൂതിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവമക്കളായിരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പൗലോസ് ലീഗ എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 24, 25, 26 വാക്യമാണ്. ബുക്ക് ഓഫ് ഹീബ്രൂ ചാപ്റ്റർ 11 വേഴ്സ് 24-26. 24 മുതൽ 11-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വേദഭാഗമാണ് ഞാൻ വായിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണമേ. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രൈം വിട്ടുപോന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഇന്ന് ഈ ദിവസം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ ദൈവമക്കൾ ഇത് ശ്രദ്ധയോടെ കേൾക്കണമെന്ന് ഒരിക്കൽ കൂടെ ഞാൻ ദൈവനാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 24, 25, 26 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ദൈവത്തിൽ വിശ്വസിച്ച് ജീവിച്ച കുറെ ഭക്തന്മാരുടെ ചരിത്രമാണ് ഈ 11-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവരുടെ പേരുകൾ, ആ ഭാഗങ്ങൾ ആ 11-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. ഹാനോക്കും ഹാബേലും നോഹയും അബ്രഹാമും സാറയും ഇസ്ഹാക്കും യാക്കോബും യോസഫും ഗിദയോനും രാഹാബും ബാരാക്കും ശിംഷോനും ഇബ്താഹും ദാനിയേലും ശമൂവേലും, അങ്ങനെ ദൈവത്തിൽ വിശ്വസിച്ച് ജീവിച്ച ഭക്തന്മാരുടെ അവരുടെ വിശ്വാസ ചരിത്രമാണ് ആ 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ വിശ്വാസത്താൽ ചെയ്ത പ്രവർത്തികളെ കുറിച്ച് അതിന്റെ 33-ാം വാക്യം മുതൽ നമുക്ക് കാണുവാൻ കഴിയും. വിശ്വാസത്താൽ അവർ രാജ്യങ്ങൾ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യ സൈന്യങ്ങളെ ഓടിച്ചു. അങ്ങനെ വിശ്വാസത്താൽ അവർ ചെയ്ത പ്രവർത്തികളെ കുറിച്ചും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പൗലോസ് ഈ ഭക്തന്മാരുടെ പ്രവർത്തികളെ, വിശ്വാസത്താലുള്ള പ്രവർത്തികളെ എടുത്തു പറയുമ്പോൾ ആദ്യ ഭാഗങ്ങളിൽ 1-2 പേരുടെ പേരുകൾ എടുത്തു പറയുന്നുണ്ട്. ഹാബേലിന്റെ യാഗത്തെ എടുത്തു പറയുന്നുണ്ട്. ഹാനോക്കിന്റെ ദൈവത്തോടൊപ്പമുള്ള ആ നടത്തിപ്പിന് യാത്രയെ എടുത്തു പറയുന്നുണ്ട്. അബ്രഹാമിന്റെ പുറപ്പെടലിനെ കുറിച്ചും തന്റെ മകനെ യാഗമർപ്പിക്കുന്ന അനുഭവങ്ങളെ കുറിച്ചും എടുത്തു പറയുന്നുണ്ട്. അതിനുശേഷം മോശയോടുള്ള ബന്ധത്തിൽ പറയുന്ന കാര്യമാണ് നമ്മൾ കുറിവാക്യമായി വായിച്ചു കേട്ടത്. മോശയോടുള്ള ബന്ധത്തിൽ പറയുന്നത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. മോശയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആത്മീയ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. തെരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനുള്ള, പരിശോധിക്കുവാനുള്ള, സ്വയം കണ്ണാടിയിൽ നോക്കി നമ്മളെ തന്നെ കാണുവാനുള്ള ഒരു അനുഭവമാക്കി ഈ വചനത്തെ മാറ്റണമെന്ന ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഇവിടെ മോശയോടുള്ള ബന്ധത്തിൽ പറയാണ്, മോശയുടെ തെരഞ്ഞെടുപ്പിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ആത്മീയ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. ഒരിക്കൽ കൂടെ പറയാം, ആത്മീയ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ആത്മീയത്തിൽ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല, കണ്ടു തെരഞ്ഞെടുക്കാൻ പറ്റുകയില്ല. കാണാതെ വേണം നമ്മൾ തെരഞ്ഞെടുക്കാൻ. എന്നാൽ ഭൗതിക ലോകത്ത് അങ്ങനെയല്ല. നമുക്ക് കണ്ട് സെലക്ട് ചെയ്യാം, ഇഷ്ടപ്പെട്ടാൽ തെരഞ്ഞെടുക്കാം. എന്നാൽ ആത്മീയ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഒന്നും കാണുകയല്ല. ഇവിടെ തന്നെ 11-ാം അധ്യായം അതിന് 27-ാം വാക്യത്തിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്, നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. കണ്ടില്ല, കണ്ടതുപോലെ എന്ന് പറഞ്ഞാൽ വിശ്വാസത്താലാണ് അവൻ ഉറച്ചു നിന്നത്. അപ്പൊ ആത്മീയ വിഷയത്തിലേക്ക് കണ്ടോ, ആ വാക്ക് കണ്ടോ. അവൻ ആ 11-ാം അധ്യായം 27-ാം വാക്യം 11:27, ഇവിടെ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. ദൈവത്തെ കണ്ടെന്ന് പറഞ്ഞില്ല, കണ്ടതുപോലെ, കണ്ടില്ല. പക്ഷെ വിശ്വാസത്താൽ അവൻ ഉറച്ചു നിൽക്കുകയാണ്. അതാണ് പറഞ്ഞത്. ഈ ആത്മീയമായി പലപ്പോഴായി നമ്മൾ എടുത്ത തീരുമാനത്തിന്റെ പരിണിത ഫലമാണ് നമ്മളും നമ്മുടെ തലമുറകൾ പോലും അനുഭവിക്കുന്നത്. ഒരിക്കൽ കൂടെ ഞാൻ ആ വാക്ക് പറയാം. ആത്മീയമായി നമ്മൾ എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഭാവി നിശ്ചയിച്ചിരിക്കുന്നത്.
ഒരുപക്ഷെ നമ്മുടെ തലമുറയുടെ അനുഗ്രഹം പോലും അവിടെയാണ്. പുറപ്പാട് പുസ്തകത്തിനകത്തൊരു വാക്കുണ്ട്, കർത്താവ് കൽപ്പനകൾ കൊടുക്കുമ്പോൾ പുറപ്പാട് 20 ഒന്നാമത്തെ കൽപ്പന, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. രണ്ടാമത്തെ കൽപ്പന, ഒരു വിഗ്രഹത്തെയും ഉണ്ടാക്കരുത്, വാങ്ങരുത്, വണങ്ങരുത്, നമസ്കരിക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ സമുദ്രത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമയരുത്, അവയെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത്. അടുത്ത വാക്ക്, ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. അടുത്ത വാക്ക്, എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-4 തലമുറ വരെ ഞാൻ മക്കളോട് ചോദിക്കും. എന്നാൽ എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ഞാൻ അവരോട് ദയ കാണിക്കും. ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ നാളെ ഇന്ന് രാത്രിയിൽ അവിടെ ഇന്ത്യയിൽ നാളെ ഒക്കെ ദുഃഖ വെള്ളിയാഴ്ച കർത്താവിനെ ക്രൂശിച്ച ദിവസം കൊണ്ടാടുകയാണ്. ഞായറാഴ്ച ഈസ്റ്റർ ഉയർപ്പ് കൊണ്ടാടാൻ പോകുകയാണ്. അപ്പൊ ശ്രദ്ധിക്കണം, വിഗ്രഹങ്ങളുടെ മുൻപിൽ പല കാര്യങ്ങളും യേശുവെന്ന രൂപത്തെ ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മളായിരിക്കുന്നത്. എന്നാൽ ഇവിടെ ദൈവം കൊടുത്ത കൽപ്പനയിൽ രണ്ടാമത്തെ കൽപ്പന പറയാണ്, വിഗ്രഹാരാധന പാപമാണ്. അത് പിതാക്കന്മാര് ചെയ്താൽ, വിഗ്രഹത്തെ ആരാധിക്കാൻ അവരുടെ തീരുമാനമെടുത്താൽ 3-4 തലമുറ വരെ ഞാൻ മക്കളോട് ചോദിക്കും. എന്നാൽ തീരുമാനം വിഗ്രഹാരാധന പാടില്ല, ദൈവം കൊടുത്ത കൽപ്പനയെ അനുസരിക്കാൻ തീരുമാനിച്ചാൽ 1000 തലമുറ വരെ ഞാൻ മക്കളോട് ദയ കാണിക്കും. ഇതാ ഞാൻ പറഞ്ഞത്, ആത്മികമായി പലപ്പോഴായി നമ്മൾ എടുക്കുന്ന ചെറുതും വലുതുമായ ഓരോ തീരുമാനത്തിന്റെയും തെരഞ്ഞെടുപ്പിന്റെയും പരിണത ഫലമാണ് നാമും നമ്മുടെ തലമുറയും ഭാവിയിൽ അനുഭവിക്കേണ്ടത്. അതുകൊണ്ട് ദൈവമക്കൾ മനസ്സിലാക്കണം, തെരഞ്ഞെടുപ്പ് തെറ്റിയാൽ കംപ്ലീറ്റ് തെറ്റി. പിന്നെ പ്രാർത്ഥിച്ചിട്ടോ ഉപവസിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. തെരഞ്ഞെടുപ്പാണ് വിഷയം. ഇവിടെ പറയുന്നു, ആ 24-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച എങ്ങനെയാണ്, ഇവിടെ പാപത്തിന്റെ താൽക്കാല ഭോഗത്തെക്കാൾ, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാൾ. അപ്പൊ അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, പാപത്തിന്റെ ഭോഗങ്ങളെല്ലാം താൽക്കാലികമാണ്. ഈ ലോകത്തിലെ ദൈവത്തെ മാറ്റി നിർത്തിയിട്ടുള്ളതെല്ലാം സകല സൗകര്യങ്ങളും താൽക്കാലികമാണ്. ശ്രദ്ധിക്കണം. നമുക്ക് ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾ എന്ന് പറയുന്നവർക്ക് പോലും പറ്റുന്ന വലിയൊരു കുഴപ്പത്തിലേക്ക് നമ്മൾ ചിന്തിക്കാൻ പോവുക. ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഈ പറയുന്ന അനുഗ്രഹങ്ങൾ ഏതായാലും, സുഖ സൗകര്യങ്ങൾ ഏതായാലും അതെല്ലാം താൽക്കാലികമാണ്. നമുക്കറിയാമല്ലോ, യേശു കർത്താവ് പറഞ്ഞ ഒരു ഉപമയ്ക്കകത്ത് ഒരപ്പന്റെ 2 മക്കളെ കുറിച്ച് പറയുന്നത് നമുക്കറിയാം. അതിൽ ഇളയ മകനെ കുറിച്ച് പറയുന്നത് എന്താ? അപ്പന്റെ വീട്ടിലെ അവന്റെ അവകാശമെല്ലാം വാങ്ങിക്കുമ്പോ അവന്റെ അകത്തൊരാഗ്രഹമുണ്ട്, പുറപ്പ് നല്ല സുഖമാ, എല്ലാ സുഖ സൗകര്യങ്ങളും പുറത്തുണ്ട്, അപ്പന്റെ വീടിന് പുറത്തുണ്ട്. ഇപ്പൊ കയ്യിൽ അവകാശമായി കിട്ടിയ ഒത്തിരി പണവും ഉണ്ട്. അതുകൊണ്ട് പുറത്തു പോയി, അപ്പൻ കാണാത്ത ഒരിടത്ത് പോയി, വീടിനോട് അകന്ന ഒരിടത്ത് പോയി ജീവിതകാലം മുഴുവൻ സുഖിക്കാമെന്നായിരുന്നു അവൻ പോകുമ്പോൾ അവന്റെ മനസ്സിനകത്തെ ആഗ്രഹം, ചിന്ത അങ്ങനെയായിരുന്നു. പക്ഷേ ദൈവമക്കൾ മനസ്സിലാക്കണം, ഇവിടെ പൗലോസ് ആത്മാവിൽ എഴുതിയിരിക്കുകയാണ്, പാപത്തിന് ഭോഗങ്ങളെല്ലാം താൽക്കാലികമാണ്. ദൈവത്തെ മാറ്റി നിർത്തിയിട്ടുള്ള, അപ്പന്റെ വീടിനെ മാറ്റി നിർത്തിയിട്ടുള്ള, അപ്പനെ ഒഴിച്ചുള്ള സകല സുഖ സൗകര്യങ്ങളും താൽക്കാലികമാണ്. തെളിവ് ആ കുഞ്ഞിന്റെ കഥ നമുക്കറിയാം. മുടിയൻ പുത്രൻ നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഇളയ സഹോദരൻ, അവൻ അങ്ങനെ ചിന്തിച്ചാ പോയത് ഈ പണം കൊണ്ട് ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കാമെന്ന. പക്ഷെ എന്താ പറ്റിയത്? അവൻ ദൂരദേശത്തേക്ക് പോയി, സ്വല്പനേരം സന്തോഷിച്ചു, സുഖിച്ചു. പക്ഷെ പെട്ടെന്ന് സംഗതി മാറി. കയ്യിലുള്ള സുഖങ്ങളെല്ലാം താൽക്കാലികമായി മാറി. വല്ലാത്ത അവസ്ഥയിലേക്ക് അവൻ പോയി, തകർന്നുപോയി, തളർന്നുപോയി, നിരാശപ്പെട്ടു പോയി. അതൊരു ചൂണ്ടുപലകയാണ്. ഇന്ന് അനേക ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവരുടെയും ജീവിതത്തിൽ താളപ്പിഴകൾ, തകർച്ചകൾ, ഉടഞ്ഞു പോകുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ പുറത്തെ സന്തോഷത്തിലേക്ക് പോകുന്നു.
അപ്പന്റെ വീട്ടിലെ സന്തോഷത്തെക്കാൾ, ദൈവ സാന്നിധ്യത്തെക്കാൾ, ദൈവവുമായുള്ള ബന്ധത്തെക്കാൾ, വചനത്തോടുള്ള അടുപ്പത്തെക്കാൾ പുറത്തു പല സന്തോഷങ്ങളും, ലോകത്തിലെ സന്തോഷങ്ങളിലേക്ക് പോകുന്നവരുടെ ജീവിതത്തെ വെളിപ്പെടുത്തുന്ന ഒരു ഉപമയാണ് യേശു കർത്താവ് പറഞ്ഞത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ പറയട്ടെ, പുറത്ത് നിങ്ങൾ ഏത് സന്തോഷത്തിനകത്തേക്ക് പോയാലും അതെല്ലാം താൽക്കാലികമാണ്, അതിന്റെ അവസാനം നാശമാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഇന്ന് നമ്മള് പുറത്തെ സന്തോഷം, ലോകത്തിലെ സന്തോഷമല്ല നമ്മൾ സഭയ്ക്ക് അകത്തേക്ക്, പള്ളിക്ക് അകത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പള്ളിക്കകത്തെ ആരാധന, എന്റെ പിതാവിന്റെ ആലയം പ്രാർത്ഥനാലയമാണ്. അത് നിങ്ങൾ ബിസിനസ് ആക്കി മാറ്റരുത്, അത് കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റരുത് എന്ന് യേശു പറഞ്ഞത് നിങ്ങൾക്കറിയാമോ? എന്നാൽ ഇന്ന് ലോകം മുഴുവൻ അകത്തുള്ള ജനത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അകത്തവർ സന്തോഷിക്കുന്നില്ല. അതുകൊണ്ട് പുറത്തുള്ള സന്തോഷത്തെ മുഴുവൻ എടുത്ത് അകത്തു കൊണ്ടുവരികയാ. എന്നിട്ട് അകത്ത് സന്തോഷം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഇല്ല, അത് താൽക്കാലികമാണ്, അത് ദൈവത്തെ ഒഴിച്ചുള്ള സന്തോഷമാണ്. ദൈവത്തിന് സന്തോഷം നീ ദൈവത്തോടെ ചേർന്നിരിക്കുന്നതാണ്. പ്രാർത്ഥനയും ആരാധനയും ഉപവാസവും ദൈവവചന ധ്യാനവും, അതിനേക്കാൾ വലിയ സന്തോഷം ഉലകത്തിനില്ല. നമ്മൾ ഇന്ന് പുറത്തു പോകുന്നില്ലെന്നേ ഉള്ളൂ, ലോകത്തിലേക്ക് അങ്ങ് പോകുന്നില്ല. ലോകത്തെ നമ്മൾ അകത്തേക്ക് കൊണ്ടുവരികയാ. ഇന്ന് ആലയത്തിനകത്തു തന്നെ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക, കളിക്കളമാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ ഇറങ്ങുന്നില്ല. പക്ഷേ ശാപമാണ് വലിച്ചു കയറ്റുന്നത്. ദൈവം തന്ന നന്മ, ദൈവം തന്ന പണം, ദൈവം തന്ന ധനം, അത് ദൈവനാമത്തിന് ഉപയോഗിക്കാതെ ലോകത്തിലെ സന്തോഷം പള്ളിക്കകത്തേക്ക്, കെട്ടിടത്തിനകത്തേക്ക് കൊണ്ടുവന്നാൽ മുടിയും, തകർന്നു പോകും. തെളിവ് ആ കുഞ്ഞിനെ നമുക്ക് മനസ്സിലായി. വേറൊരാളുടെ കാര്യം കൂടെ പറയാം. യേശു കർത്താവ് തെരഞ്ഞെടുത്ത 12-ൽ 1 യേശുവിന്റെ കൂടെ നടക്കുക, കേൾക്കുന്നത് വചനം, സാന്നിധ്യം യേശുവിൻ്റെത്, പഠിക്കുന്നത് യേശുവിൽ നിന്ന്, വളരെ സന്തോഷം, അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുവാനുള്ള അധികാരം. പക്ഷേ അകത്ത് ആ സാന്നിധ്യത്തെക്കാൾ വലിയ സന്തോഷം സ്വല്പം പണമാണ്. നാണയത്തോടുള്ള താല്പര്യം, അധികാരം, ദൈവിക അധികാരം, ആത്മീയ അധികാരമുണ്ട്. ഇരിപ്പ് ദൈവത്തോടാണ്, കേൾക്കുന്ന ദൈവത്തിൽ നിന്നാണ്. പക്ഷേ അകത്ത് ആ സാന്നിധ്യത്തെക്കാൾ, ആ വചനത്തോടുള്ള താല്പര്യത്തെക്കാൾ, ആ ദൈവിക അധികാരത്തെക്കാൾ പണത്തോടുള്ള ആർത്തി അകത്ത് കയറിയ പെന്തക്കോസുകാരനായ യൂദ ജീവിതത്തിന്റെ അവസാനം ആ താൽക്കാലിക ഭോഗത്തിനകത്ത് അവസാനിച്ചു. കേൾക്കുന്ന ദൈവത്തിന്റെ വൈതലി, തിരിച്ചു കയറാൻ പറ്റിയില്ല, ഞാൻ നിന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളോട് ഞാൻ ആത്മാവിൽ പറയട്ടെ, ഈ ദൈവിക സന്തോഷത്തിനകത്തേക്ക് ഭൗതികതയെ കയറ്റരുത്. നമ്മുടെ പള്ളിക്കകത്ത് ഭൗതികത വരരുത്. ദൈവമക്കളെ, നിങ്ങളുടെ ഭവനത്തിനകത്ത് ഭൗതികത നമ്പർ 1 മാറരുത്. അതിനകത്ത് ആത്മീയത വരണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. അതിന് വിപരീതമായാൽ ആ സന്തോഷങ്ങളെല്ലാം തകരും. തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സ്വല്പ സന്തോഷം പെട്ടെന്ന് അവസാനിച്ചു, ആഘോഷങ്ങൾ പെട്ടെന്ന് അവസാനിച്ചിട്ട് പന്നികളെ തീറ്റുന്ന അനുഭവത്തിലേക്ക്, ഒരു ഭ്രാന്തന്റെ, ഒരു യാചകന്റെ, ഒരു ഭിക്ഷ നേടുന്നവന്റെ അനുഭവത്തിലേക്ക് പോയി. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്ക്, 24-ാം വാക്ക്. ഇവിടെ പാപത്തിന്റെ തൽക്കാല ഭോഗത്തേക്കാൾ എന്ന് പറഞ്ഞാൽ ആ തൽക്കാലം എന്ന വാക്ക് വളരെ ശ്രദ്ധിക്കണം. ഒരിക്കൽ കൂടെ ഞാനത് ആവർത്തിക്കാം. ഈ ലോകത്തിൽ, ഞാനിത് ആവർത്തിച്ച് പറഞ്ഞ് നമ്മൾ അകത്തത് കയറണം. ഈ ലോകത്തിൽ ദൈവത്തെ മാറ്റി നിർത്തിയിട്ടുള്ള സകല സുഖ സൗകര്യങ്ങളും താൽക്കാലികമാണ്. ഒരിക്കൽ യേശു കർത്താവ് വേറൊരു അനുഭവം കൂടെ പറഞ്ഞു, ജനത്തിന് മനസ്സിലാകത്തക്കവണ്ണം. ഒരു മനുഷ്യൻ അവന്റെ കൃഷിയിടം നന്നായി വിളഞ്ഞു. കഴിഞ്ഞ വർഷത്തേക്കാൾ നന്നായി വിളഞ്ഞതുകൊണ്ട്, അധികം ഫലം കിട്ടിയത് കൊണ്ട് ആ ഫലങ്ങൾ അവന്റെ കളപ്പുരക്കകത്ത് നിറയ്ക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അവൻ പ്രത്യേകമായ ഒരു സംവിധാനം ഒരുക്കി. എന്നിട്ട് അതിനകത്തെല്ലാം നിറച്ചു വെച്ചിട്ട് അന്ന് രാത്രി കിടന്ന് സുഖമായിട്ട് അവൻ സ്വയമായിട്ട് പറയാൻ തുടങ്ങി, ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ തിന്നും, ഞാൻ കുടിക്കും, ഞാൻ കുറെ കാലത്തേക്ക് അങ്ങ് ആഘോഷിക്കും, സന്തോഷിക്കും എന്നൊക്കെ ചോദിച്ച് സ്വയം ഇങ്ങനെ ആനന്ദിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, മൂടാ, ഇന്ന് ഞാൻ നിന്റെ ജീവനെ അങ്ങ് തിരിച്ചെടുത്താൽ നീ പറഞ്ഞ ഭൗതിക നന്മകളെല്ലാം അവസാനിച്ചു, നിന്റെ ആഘോഷങ്ങളെല്ലാം അവസാനിച്ചു. നീ പറയുന്ന ഇപ്പോൾ നിനക്ക് കിട്ടിയിരിക്കുന്ന കഴിഞ്ഞ വർഷത്തെക്കാൾ അധികമായ നന്മ എന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞ അനുഭവങ്ങളെല്ലാം അവസാനിച്ചു.
എന്ന് പറഞ്ഞാൽ കർത്താവിനെ വിളിച്ച വാക്ക് മൂഢ എന്നാണ്, ബുദ്ധിയില്ലാത്തവനെ എന്നാണ്. എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവർ തിരിച്ചറിയണം, തന്നത് ദൈവമാണ്, ദൈവമാണ് നമ്പർ 1. തന്ന നന്മയല്ല നമ്പർ 1, തന്ന ദൈവമാണ് എനിക്ക് നമ്പർ 1. ഇന്നെനിക്ക് ആയുസ് തന്നത് ദൈവമാണ് എനിക്ക് നമ്പർ 1. ആ ബോധ്യത്തിലേക്ക് ദൈവമക്കൾ വരണമെന്നാണ് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ പൗലോസ് പറയുകയാണ്, കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തത് നിത്യം. ഇവിടെ മോശയുടെ തെരഞ്ഞെടുപ്പാണ് നമ്മുടെ വിഷയം. മോശ ഇവിടെ തെരഞ്ഞെടുപ്പിന് ദൈവിക ആത്മീയത തെരഞ്ഞെടുക്കുവാൻ വേണ്ടി ചിലത് നിരസിച്ചു, ചിലത് ഉപേക്ഷിച്ചു. നമ്മളങ്ങനെ പെട്ടെന്ന് അങ്ങനെ അയ്യോ നിരസിച്ചു ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാകുകയില്ല. എന്താ നിരസിച്ചു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോഴാണ് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. എന്താ നിരസിച്ചത്? 25-ാം വാക്യം, ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. ഓ, നമ്മളൊക്കെ സാക്ഷ്യം പറയും, ഞാൻ ജോലി വിട്ടു, മറ്റേ വിട്ടു എന്നൊക്കെ പറയും. ഒന്നുമില്ല. ഞാനും 1997 ഗൾഫിൽ ജോലി ഉണ്ടായിരുന്നവൻ. ആ ജോലി വിട്ടിട്ടാണ് ഞാനിത് ഇറങ്ങിയത്. പക്ഷെ ഞാൻ വിട്ടതൊന്നും ഒന്നുമല്ല. ഇവിടെ ജോലി താൽക്കാലികമാണ്, എന്നാൽ ഇതങ്ങനെയല്ല. ഒരായുസ് മുഴുവൻ, എന്റെ ഭാഷയിൽ പറഞ്ഞ ഒരു ജീവിതകാലം മുഴുവൻ അനുഭവിക്കാവുന്ന നന്മ, അത് ഫ്രീ ആയിട്ട്, ഒരു ജോലിയും ചെയ്യണ്ട, ഫ്രീ ആയിട്ട് കിട്ടിയ നന്മയാണ് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് പറഞ്ഞാൽ അടുത്ത ഫറവോ. ആരും ചോദ്യം ചെയ്യുകയില്ല. ഒരായുസ് മുഴുവൻ ഫ്രീ ആയിട്ട് ജീവിക്കാം, ആഘോഷിച്ച് ജീവിക്കാം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ, നമ്മുടെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ അടിപൊളിയായിട്ട് ജീവിക്കാം. ഒരാളെതിരെ നിൽക്കുകയല്ല. അവൻ പറയുന്നതേക്കാൾ ആ രാജ്യം മുഴുവൻ ഉണ്ടാകും. ഈ ഒരു ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു പേര് അവൻ ഉപേക്ഷിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ മോശയുടെ ആ തീരുമാനത്തെ നമ്മൾ ആരെങ്കിലും അന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും പിന്താങ്ങുമോ? ലോകത്തുള്ള ബുദ്ധിയുള്ള ഒരാളും മോശയുടെ ഈ തീരുമാനത്തെ പിന്താങ്ങില്ല. നമ്മൾ ബന്ധുക്കൂസുകാരായോണ്ട് നമ്മള് പറഞ്ഞു കൊടുത്തേ, എടാ കുഞ്ഞെ, നീ അവിവേകമൊന്നും കാണിക്കരുത്. നിന്നെ എല്ലാ കുഞ്ഞുങ്ങളും നൈൽ നദിയിൽ മുങ്ങിച്ചത്തപ്പം അല്ല, നിന്നെ ദൈവമാണ് ഈ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നത്. ഫറവോന്റെ പുത്രിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയത് ദൈവമാ. ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് കയറ്റിയതും ദൈവമാ. വചനവും ഉണ്ട് കുഞ്ഞെ. ശത്രുക്കളുടെ മുൻപിൽ മേശ ഒരുക്കുന്ന ദൈവം. വചനവും നമ്മൾ എടുക്കും. എന്നിട്ട് പറയും, നിന്നെ അവിടെ ആക്കി വച്ചിരിക്കുക ദൈവം, നീ അനുഭവിക്ക്, നീ സന്തോഷിക്ക്, ആയുധ മുഴുവൻ നീ സന്തോഷിച്ചോ. അതാ നമ്മുടെ ഈ കാലഘട്ടത്തിലെ പെന്തക്കോസ് നല്ല ദൈവമക്കൾ എന്ന് പറയുന്ന ആളുകളുടെ തീരുമാനങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മോശയുടെ ഈ തീരുമാനത്തെ, ഫറവോന്റെ പുത്രിയുടെ മകനെന്ന വിളിപ്പേര് നിരസിച്ച അത് താൽക്കാലികമാണെന്നുള്ള ബോധ്യത്തിൽ നിരസിച്ച ആ തീരുമാനത്തെ ലോകത്തുള്ള ഒരാളും പിന്താങ്ങില്ല. ഒരു ഭോഷന്റെ തീരുമാനമായിട്ടേ കാണപ്പെടുള്ളൂ. എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ മനസ്സിലാക്കുക, ഭൗതികതയെ ലക്ഷ്യമാക്കിയുള്ള തീരുമാനം ഒരാത്മീയൻ എടുക്കാൻ പറ്റിയല്ല. അതാ മോശയുടെ തീരുമാനം. ഭൗതികതയെ മുൻനിർത്തിയുള്ള, ഭൗതികതയെ ലക്ഷ്യമാക്കിയുള്ള ഒരു തീരുമാനം ഒരാത്മീയൻ എടുക്കാൻ പറ്റുകയില്ല. ഒരാത്മീയന് നിത്യതയെ ലക്ഷ്യമാക്കിയുള്ള തീരുമാനമേ എടുക്കാൻ പറ്റൂ. പക്ഷെ ഇന്ന് അതൊന്നും കേൾക്കാനേ ഇല്ല. സ്വർഗമെന്നോ നിത്യതയെന്നോ നിത്യജീവനെന്നോ അതൊന്നും നമുക്ക് കേൾക്കാനേ ഇല്ല. കാരണം ദൈവദാസന്മാർ പോലും, ഞങ്ങൾ പോലും ഈ ആത്മീയത്തെ ഭൗതികത്തിന് വേണ്ടി വിറ്റുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ ഭൗതികത്തിന് വേണ്ടി ആത്മീയത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെങ്കിലും കാശുണ്ടാക്കണം, കുറെ ദൈവം തന്നെന്ന് പറഞ്ഞ് പേരുണ്ടാക്കണം, സ്റ്റേജ് ഉണ്ടാക്കണം എന്നുള്ള ചിന്തയാ ഞങ്ങൾക്ക് പോലും. സുവിശേഷത്തെ യേശുവിനെ വിറ്റ് ജീവിക്കുന്ന ഒരു കൂട്ടരുണ്ട്. രണ്ടാമത് ലോകത്തിലെ സകല കാര്യങ്ങളും ചെയ്തച്ച് ഈ പരിപാടി സുവിശേഷത്തെ സൈഡാക്കി മാറ്റിയവരുമുണ്ട്, ദേവദാസന്മാരുടെ കൂട്ടത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഭൗതികത്തിന് വേണ്ടി ശനിയാഴ്ച മുതൽ തിങ്കളാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വരെ ഓടും. എന്നിട്ട് ഞായറാഴ്ച സൈഡ് ബിസിനസ് ആണ്. ഏതാ? പാസ്റ്റർ പദവി, ദൈവദാസൻ എന്നുള്ള പദവി, സ്റ്റേജ് കിട്ടണം, പ്രസംഗിക്കണം. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ എന്താ പരിപാടി? ഭൗതികത, ഭൗതികം, സമ്പത്തുണ്ടാക്കാൻ ഏത് പരിപാടിക്കുമ്പോ. എന്നിട്ട് ഞായറാഴ്ച സ്റ്റേജ് കിട്ടണം. അങ്ങനെ ഒരു ഗ്രൂപ്പ് നമുക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കില്ലേ? അങ്ങനെ ഒരു ഗ്രൂപ്പ്. രണ്ടാമത്തേത് സുവിശേഷത്തെ വിറ്റ്, യേശുവിനെ വിറ്റ്, കൃപാവരങ്ങളെ വിറ്റ്, പ്രസംഗം വിറ്റ് പണം ഉണ്ടാക്കുന്ന രണ്ടും ഒന്ന് തന്നെയാ. രണ്ടും യൂദയുടെ പണിയാ. ശ്രദ്ധിക്കണം, രണ്ട് യൂദയുടെ പണിയാണ്. അന്ത്യനാശമാണ്.
അവസാനം നരകമാണ്. ഞാൻ ആ ഭാഗം അവിടെ വിടുകയ. ദൈവമക്കളെ മനസ്സിലാക്കട്ടെ, ഭൗതികതയെ മോശയുടെ തീരുമാനം, ഭൗതികതയെ ലക്ഷ്യമാക്കിയുള്ള തീരുമാനം മോശയ്ക്ക് എടുക്കാൻ പറ്റില്ല. കാരണം മോശയുടെ തീരുമാനം ഹല്ലേലൂയ ദൈവിക തീരുമാനം, ദൈവിക തെരഞ്ഞെടുപ്പിനനുസരിച്ചാണ്, ആത്മീയത മുൻനിർത്തിയുള്ള തെരഞ്ഞെടുപ്പാണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഇനി മോശ ഈ ഒരു തീരുമാനം എടുക്കാതെ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് ആ പേരിലായിരുന്നു മുൻപോട്ട് പോയിരുന്നെങ്കിൽ എവിടെ കൊണ്ട് അവസാനിച്ചെന്നറിയാമോ? എവിടെ കൊണ്ട് അവസാനിച്ചേനെ? ചെങ്കടൽ കൊണ്ട് അവസാനിച്ചേനെ. മനസ്സിലാക്ക്. അതുകൊണ്ടാണ് പൗലോസ് എഴുതിയത്, പാപത്തിന്റെ ഭോഗങ്ങൾ താൽക്കാലികമാണ്. മോശയെടുത്ത തീരുമാനം കറക്റ്റാണ്. മോശയുടെ തീരുമാനം ആത്മീയതയെ മുൻനിർത്തിയുള്ള തീരുമാനമാണ്, ഭൗതികത്തെ മുൻനിർത്തിയുള്ള തീരുമാനമല്ല. ഭൗതികത്തെ മുൻനിർത്തി ഫറവോന്റെ പുത്രിയുടെ മകനെന്ന ആ വിളിപ്പേരിലായിരുന്നു മോശ അറിയപ്പെട്ടിരുന്നെങ്കിൽ ചെങ്കടലിൽ ഫറവോനും അവന്റെ സൈന്യവും അവന്റെ രഥങ്ങളും കുതിരകളും ആനകളും മുങ്ങിയപ്പോൾ ഈ മോശയും അതിനകത്ത് അവസാനിച്ചനെ. എന്നാൽ അവിടെ അവസാനിക്കാതെ മരുഭൂമിയിൽ ഇസ്രായേൽ മക്കളെ നടത്തുവാൻ മുൻപിൽ നിർത്തിയ ആ അനുഭവം ഏതാണെന്ന് ചോദിച്ചാൽ അവനെടുത്ത തെരഞ്ഞെടുപ്പിന്റെ പരിണിത ഫലമാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ? ഞാനത് ചിന്തിച്ചു. മോശ അന്ന് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് അവിടെ അങ്ങ് കൊട്ടാരത്തിൽ തന്നെ ജീവിച്ചായിരുന്നെങ്കിൽ അയ്യോ അവൻ എവിടെ കൊണ്ട് അവസാനിച്ചേനെ? ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി വേറൊരാളെ എഴുന്നേൽപ്പിച്ചേനെ, അവര് മുഖാന്തരം മരുഭൂമിയിലൂടെ നടത്തിയേനെ, ചെങ്കടൽ വന്നപ്പോൾ വഴി തുറന്നേനെ. ഫറവോനും അവന്റെ ഗ്രൂപ്പും അന്ന് ആരായിരിക്കും എന്നറിയാം? ഫറവോൻ മോശയായിരിക്കും. ആ മോശയും ഗ്രൂപ്പും വന്നേനെ, അത് അവൻ ചെങ്കടലിനകത്ത് മുങ്ങിത്താണ് അവസാനിച്ചേനെ. എവിടെ മുങ്ങേണ്ടവനായിരുന്നു? നൈൽ നദിയിൽ കുഞ്ഞായിട്ട് ജനിച്ചപ്പോൾ മുങ്ങേണ്ടവനായിരുന്നു. പക്ഷേ സ്വല്പകാലം അനുഭവിച്ചു സന്തോഷം. എവിടെ അവസാനിച്ചേനെ? ചെങ്കടലിൽ അവസാനിച്ചേനെ. എന്നാൽ ചെങ്കടലിൽ അവസാനിക്കാതെ ചെങ്കടലിനകത്തൂടെ മുൻപോട്ട് നടത്തിയ അനുഭവം മോശയ്ക്ക് വെളിപ്പെടാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ കേൾക്കുന്നതിലെ തെരഞ്ഞെടുപ്പ് ആത്മീയ അനുഭവമുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. ഇന്ന് ഈ ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എളിയദാസനായ ഒരു കഴുതയെ പോലെ സംസാരിക്കുന്ന, ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാൻ സംസാരിക്കുന്ന ഒരു എളിയദാസൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? നിങ്ങളിപ്പോൾ മുൻപോട്ട് പോകുന്ന അനുഭവങ്ങൾ എങ്ങനെയാണ്? ഭൗതികമാണോ നിങ്ങളുടെ മുൻപിൽ, അതോ ആത്മീയതയാണോ? ഒരു ദിവസം കൂടെ ദൈവം ദാനമായി തരുമ്പോൾ എന്താ നിങ്ങളുടെ ലക്ഷ്യം? കുറച്ചുകൂടെ പണം, കുറച്ചുകൂടെ വലിയ വീട്, കുറച്ചുകൂടെ നല്ല ജോലി, കുറച്ചുകൂടെ സമ്പത്ത് ആണെങ്കിൽ തെറ്റി. താൽക്കാലികമാണത്. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഞാൻ അങ്ങനെയുള്ള ഒരു കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നമുക്കെല്ലാം നന്നായിട്ട് അറിയാവുന്ന ഒരു കുടുംബമാണ്. രൂത്തിന്റെ പുസ്തകം എടുക്കണം. രൂത്തിന്റെ പുസ്തകത്തിനകത്ത് ഒരു കുടുംബത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു അപ്പനും അമ്മയും രണ്ടാമ്പിള്ളാരും, മിടുക്കന്മാർ രണ്ടാമ്പിള്ളാര്. അവര് ബേദൽഹേമിൽ അപ്പത്തിന്റെ ഭവനത്തിൽ, ദൈവത്തിന്റെ ഭവനത്തിൽ പാർക്കുകയാ. ബേദൽഹേമിൽ പാർക്കുകയാ. പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ ഉള്ള ഒരിടത്ത് പാർക്കുകയാ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അപ്പന്റെ പേര് എലിമലേക്ക്, അമ്മയുടെ പേര് നവോമി, മക്കളുടെ പേര് മഹ്ലോനും കില്യോനും. നല്ല രണ്ട് ചെറുപ്പക്കാർ. അവർ നല്ല സന്തോഷമായിട്ട് ഇങ്ങനെ പാർത്തുകൊണ്ടിരിക്കുമ്പോൾ ബേത്ലഹേമിൽ പെട്ടെന്നൊരു ക്ഷാമമുണ്ടായി. അങ്ങനെയൊക്കെ ഉണ്ടാവും. ക്ഷാമം ഉണ്ടാകും, പ്രശ്നമുണ്ടാകും, പ്രതികൂലമുണ്ടാകും, കഷ്ടമുണ്ടാകും. ഇതെല്ലാം ഒരു ആത്മീയന്റെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ അവൻ മുഴങ്കാൽ മടക്കി ദൈവത്തിലേക്ക് നോക്കിയാൽ പരിഹാരവും ഉണ്ടാകും. പ്രശ്നമില്ലാത്ത ജീവിതമല്ല ഒരു ആത്മീയന്റെ ജീവിതം. പ്രശ്നമുണ്ട്, തിരമാലയെ ആഞ്ഞടിക്കും. പക്ഷെ തിരമാലയെ ശാസിച്ച് നിന്നെ രക്ഷിക്കാൻ ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പൊ ഇവിടെ ബേത്ലഹേമിൽ ക്ഷാമമുണ്ടായപ്പോ ദൈവിക തീരുമാനം, ദൈവിക പദ്ധതി എന്ന് പറയുന്നത് നിങ്ങൾ മുഴങ്കാലിരിക്കണം, ദൈവമുഖം അന്വേഷിക്കണം. അതാണ് ദൈവത്തിന്റെ പ്രമാണം. എപ്പോൾ പ്രശ്നമുണ്ടായാലും നിങ്ങൾ ദൈവസന്നിധിയിൽ താഴണം, നിങ്ങൾ ദൈവമുഖം അന്വേഷിക്കണം, മുഴങ്കാലിരിക്കണം, മുട്ടുമടക്കണം, ഉയരത്തിലേക്ക് നോക്കണം, മടങ്ങി ദൈവസന്നിധിയിലേക്ക് വരണം. ഇതാ ദൈവം ആഗ്രഹിക്കുന്നത്. പരിഹാരം ദൈവത്തിന്റെ കയ്യിൽ അപ്പോഴും ഉണ്ട്. പക്ഷെ നീ ദൈവമുഖത്തേക്ക് നോക്കണം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചിട്ടില്ല. ലജ്ജിപ്പിക്കാൻ ദൈവം സമ്മതിക്കില്ല. അതാ ദൈവം ആഗ്രഹിച്ചത്.
ദൈവം എന്നും ആഗ്രഹിക്കുന്ന, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജീവിതത്തിൽ ദൈവമക്കളുടെ ഇടയിൽ ദൈവമക്കൾക്ക് പ്രശ്നമുണ്ടാകും. എനിക്കൊത്തിരി പ്രശ്നമുണ്ട്. എനിക്ക് പ്രശ്നങ്ങൾ വെളിപ്പെടുവാൻ കാരണം എന്താ? ദൈവത്തിനെ അനുവദിക്കാൻ കാരണം എന്താ? ഞാൻ ദൈവമുഖത്തേക്ക് നോക്കണം. എവിടെയോ ഞാൻ തിരിഞ്ഞു, ഞാൻ മടങ്ങി വരണം. എവിടെയോ ഞാൻ മറുതലിച്ചു, ഞാൻ തിരിച്ചു വരണം. ഞാൻ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണം. അതിനകത്തേക്ക് ഞാൻ കയറണം. ആത്മീയ അനുഭവത്തിലേക്ക് ഞാൻ കയറണം. വഴിതെറ്റിയെടുത്തുനിന്ന് ഞാൻ മടങ്ങി വരണം. ഇതാ ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് മുടിയൻ പുത്രൻ കടന്നുപോയിടത്ത് എന്താ സംഭവിച്ചത്? മുടിയൻ പുത്രൻ കടന്നുപോയിടത്ത് പെട്ടെന്ന് പ്രശ്നമുണ്ടായി, ക്ഷാമമുണ്ടായി, വല്ലാത്ത അനുഭവം ഉണ്ടായി. എന്താ കാര്യം? ഇവനെ മടക്കി കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിച്ചു. അവന്റെ സമ്പത്ത് പെട്ടെന്ന് അവസാനിക്കാൻ കാര്യം എന്താന്ന് ചോദിച്ചാൽ, അവൻ മടങ്ങി അപ്പന്റെ ഭവനത്തെ കുറിച്ച് ഓർക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അതുകൊണ്ട് ഇവിടെ സംഭവിച്ചതും അതാണ്. ഈ ദേശത്ത് ബേഥൽഹേമിൽ വലിയ ക്ഷാമമുണ്ടായപ്പോൾ എല്ലാവരും ഒരുമിച്ച് തീരുമാനമെടുത്തു, ദൈവസന്നിധിയിൽ ഇരിക്കാം, പ്രാർത്ഥനയോട് ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കാം, കാത്തിരിക്കാം. പക്ഷേ നമ്മുടെ സഹോദരൻ എലീമേലെക്ക്, നമ്മളെപ്പോഴും പറയുന്നത് നവോമിയെ കുറ്റം പറയുന്നത്. കാരണം നവോമിയെ കുറിച്ച് ഒത്തിരി വാക്യങ്ങൾ ഉള്ളതുകൊണ്ട് നവോമിയെ കുറ്റം പറയും, പാവം പിടിച്ച സഹോദരിയെ കുറ്റം പറയും. പക്ഷെ തെരഞ്ഞെടുത്തത് ആരെന്നറിയാമോ? എലീമേലെക്ക. 1-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാൽ അത് മനസ്സിലാക്കുവാൻ കഴിയും. അവിടെ അങ്ങനെ കൊടുത്തിരിക്കുന്നത്, ന്യായാധിപന്മാർ ന്യായപാലനം നടത്തുന്ന കാലത്ത് ഒരിക്കൽ ദേശത്ത് മഹാക്ഷാമമുണ്ടായി. യഹൂദ്യയിലെ ബേഥൽഹേമിലുള്ള ഒരാൾ, ഭാര്യയല്ല, നവോമിയല്ല. അവരെ കുറ്റം പറയണ്ട. ഞങ്ങൾ പാസ്റ്റർമാർ ഉൾപ്പെടെ ഉള്ളവരെ ശാസിക്കുന്ന ഇപ്പോഴും നവോമി അല്ല കുറ്റക്കാരി. ഇവിടെ നിങ്ങൾ നോക്കട്ടെ, ആ യഹൂദയിലെ ബേഥൽഹേമിലുള്ള ഒരാൾ തന്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർക്കാൻ പോയി. അപ്പൊ തെരഞ്ഞെടുത്തത് നവോമി കൊച്ചമ്മയല്ല. ആ സഹോദരി നല്ലൊരു സഹോദരിയാ. അതുകൊണ്ടാണ് സാക്ഷ്യം പറഞ്ഞത്, എനിക്ക് കുറവുണ്ടായി, ഞാൻ നിറഞ്ഞവളായിട്ടാ പോയത്, ഇപ്പൊ ഒഴിഞ്ഞവളാ, സത്യം പറയുന്നവളാണ് അവൾ, നല്ല സഹോദരിയാ. പക്ഷെ അച്ചായന് വിഷയം ഭൗതികമാ. അച്ചായന് ഭൗതികത്തെ മുൻനിർത്തിയുള്ള കാര്യമേ. അച്ചാൻ നല്ലപോലെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ അറിയാം. അച്ചായൻ എപ്പോഴും നല്ല കണക്കുകൂട്ടലുള്ള അച്ചായനാ. ഇപ്പൊ എലീമേലെക്ക് എന്ന് പറഞ്ഞ അച്ചായൻ എന്താ ചെയ്തു? അമ്മാമ്മയും പിള്ളേരെയും വിളിച്ച് പറഞ്ഞു, ഇവിടെ പ്രാർത്ഥന ഉപവാസമൊക്കെ അതൊക്കെ ചടങ്ങ് കാര്യങ്ങളൊക്കെ നടക്കുന്നതൊക്കെ ദിവസം എടുക്കും. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് കാര്യങ്ങൾ നടക്കണം. നിങ്ങൾക്കൊക്കെ പ്രായമായി, കല്യാണം കഴിക്കാൻ സമയമായിരിക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ദേശമുണ്ടല്ലോ മോവാബ് ദേശം, അങ്ങോട്ടേക്ക് പോകാം. തീരുമാനം. 1-ാമത്തെ 4 തെരഞ്ഞെടുപ്പ് അതിനകത്തുണ്ട്, രൂത്തിന്റെ പുസ്തകത്തിനകത്ത്. നമ്മളും നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം കേട്ടോ. അച്ചായന്റെ തെരഞ്ഞെടുപ്പായിരുന്നു. അമ്മാമ്മയെ അനുകൂലിച്ചു, കാരണം അച്ചായൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റുകയല്ലോ. പിള്ളേർക്ക് സന്തോഷമായി. കാരണം ഭൗതികതയെ മുൻനിർത്തിയുള്ള തെരഞ്ഞെടുപ്പ്, എലീമേലെക്കിന്റെ തെരഞ്ഞെടുപ്പ്. സാമ്പത്തിക ഭദ്രതയെ വളരെ ഗൗരവത്തോടുകൂടെ കാണുന്ന ഒരു കുടുംബം. അങ്ങനെ ഇന്ന് ബന്ധുക്കോസ് കുടുംബങ്ങൾ ഒത്തിരി എണ്ണവും ഭൗതികതയെ, സാമ്പത്തിക ഭദ്രതയെ മുൻനിർത്തിയുള്ള കണക്കുകൂട്ടലുകളാണ്. ഭയങ്കര കണക്കു. ചില കുടുംബത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ കണക്കുകൂട്ടലുകൾ കണ്ടാൽ അയ്യോ. പഠിക്കാൻ കൊച്ചു തുടങ്ങുമ്പോഴേ പഠിച്ച് കൊച്ചിന് കിട്ടുന്ന ജോലിയും ആ ജോലിക്ക് കിട്ടുന്ന ഡോളറും അത് 1 മാസമാകുമ്പോ, 1 വർഷമാകുമ്പോ, 10 വർഷമാകുമ്പോ ഇതൊക്കെ കണക്ക് കൂട്ടുക എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഭദ്രതയെ വളരെ ഗൗരവത്തോടുകൂടെ കാണുക. ആത്മീയത്തെ എത്ര ഗൗരവത്തോടെ കണ്ടിട്ടില്ല ജീവിതത്തിൽ. ശ്രദ്ധിക്കണേ, അതെല്ലാം ഉടഞ്ഞു പോയിട്ടുണ്ട്. എന്റെ കണ്ണിന് മുമ്പ് കണ്ടിട്ടുണ്ട് ഞാൻ. ഈ കണക്കുകൂട്ടലെല്ലാം തെറ്റി താളപ്പഴ സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ദൈവമാരാ? ദൈവത്തെ കളിപ്പിക്കാൻ പറ്റൂ? ശ്രദ്ധിക്കണമേ, ഈ കുടുംബം അച്ചായൻ ഭയങ്കര സാമ്പത്തിക ഭദ്രത കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നൊരു അച്ചായനാ. അച്ചായൻ പറഞ്ഞ ഇവിടെ കിടന്ന് കഴിഞ്ഞാൽ ഉപവാസവും പ്രാർത്ഥനയും, എല്ലാ ദിവസവും ഉപവാസവും പ്രാർത്ഥനയും, ഇവിടെ ക്ഷാമമാണ്, ഉപവാസവും പ്രാർത്ഥനയും അതിനൊന്നും ആവശ്യമില്ല. ഇപ്പൊ അങ്ങനല്ലേ? പ്രാർത്ഥനയുടെ ഉപവാസത്തിനൊന്നും ആവശ്യമില്ല. ഉപവാസം വേണ്ട. ഉപവാസ പ്രാർത്ഥനയല്ല, അലർജിയുള്ള ദൈവിക കുടുംബങ്ങളുണ്ട്. അലർജിയാ, എന്നും ഉപവാസമാ, എന്നും പ്രാർത്ഥനയാ. എന്തിനാ ഇത്രയും ശബ്ദത്തിൽ ആരാധിക്കുന്നേ? പക്ഷെ ബാക്കി എല്ലാ കാര്യത്തിനും അച്ചാന് കറക്റ്റായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ അറിയാം. പക്ഷെ ഈ വിഷയത്തിൽ അച്ചാൻ ഭയങ്കര അലർജിയാ. അപ്പൊ അവര് തീരുമാനമെടുത്ത് മോവാബ് ദേശത്തേക്ക് പോകാം. കാരണം അവിടെ ക്ഷാമമൊന്നുമില്ല, അവിടെ ഭയങ്കര ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അവിടെ ഭയങ്കര ആൾക്കൂട്ടമുണ്ട്, ആഘോഷമാണ്, എന്നും ആഘോഷമാണ്. ദൈവം ഇതിലെ
ഇസ്രായേൽ എന്ന് പറയുന്ന ജാതിക്ക് ഒരു പ്രമാണമുണ്ട്. അവര് മോവാബ് ദേശത്തേക്ക് പോകാൻ പാടില്ല, അത് ശപിക്കപ്പെട്ട ദേശമാണ്. ജന്മദേശം വിടാൻ പാടില്ല, പിതൃസ്വത്ത് വിൽക്കാൻ പാടില്ല. ഒത്തിരി 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 വ്യവസ്ഥകളാണ്. ആ വ്യവസ്ഥകളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് അവരെന്തോ ചെയ്തു? വീടും വിറ്റ് കുടുംബവും വിറ്റ് അവരെന്തോ ചെയ്തു? മോവാബ് ദേശത്തേക്ക് പോയി. അപ്പോഴും ഇവിടെ പ്രാർത്ഥനയും ഉപവാസമാണ് കേട്ടോ. പക്ഷെ ഇവര് പ്രാർത്ഥന നടത്തിയിട്ടില്ല, ദൈവത്തെ ഒന്നും വിട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ പ്രാർത്ഥനയൊന്നും അമ്മമ്മയ്ക്കോ അച്ചായനോ മാറിയിട്ടില്ല. പ്രാർത്ഥന ഇപ്പോഴും ഉണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടാ പോകുന്നേ. ദൈവത്തെ ഒന്നും വിട്ടിട്ട് ദൈവത്തെ തള്ളി പറഞ്ഞിട്ടുമില്ല, ദൈവത്തെ കൊണ്ടാ പോകുന്നേ. പക്ഷെ പോകുന്നത് എങ്ങോട്ടാ? വ്യവസ്ഥയില്ലാത്ത മോവാബ് ദേശത്തേക്കാണ്. വ്യവസ്ഥ മുഴുവൻ കാറ്റിൽ പറത്തിയിട്ട് നാം ദൈവത്തെ വഹിച്ചുകൊണ്ട് നടന്നാൽ നടക്കില്ല. ശ്രദ്ധിക്കണം, ദൈവം വ്യവസ്ഥകളുടെ ദൈവമാണ്, അവസ്ഥകളുടെ ദൈവമല്ല. വ്യവസ്ഥയിൽ നിൽക്കുന്ന ദൈവമാണ്. ദൈവങ്ങൾ മനസ്സിലാക്കണം, ദൈവം നമ്മുടെ പോക്കറ്റിലല്ല, ദൈവം പ്രമാണത്തിൽ നിൽക്കുന്നവന്റെ കൂടെ നിൽക്കുന്നവന്റെ ദൈവമാണ്. മനസ്സിലാക്കണം. അവര് മോവാബ് ദേശത്ത് പോയി കാര്യങ്ങളൊക്കെ അങ്ങ് സെറ്റിലായി. അച്ഛനിപ്പം അവിടെ പോയാലും കാര്യങ്ങൾ സെറ്റിലായി. പെട്ടെന്ന് ആ മഹ്ളോന്റെ കല്യാണം കഴിഞ്ഞു, കില്യോന്റെ കല്യാണം കഴിഞ്ഞു. കണ്ടോ, ഇവിടെ ഇപ്പോഴും ഉപവാസവും പ്രാർത്ഥനയാ. കൊച്ചുങ്ങളുടെ കാര്യം ഒന്നും നടന്നിട്ടില്ല, നടക്കാനുള്ള വഴികളും കാണുന്നില്ല. അവിടെ ഇപ്പൊ പറയുന്നത് തമ്മി പറയുന്ന ഇതായിരിക്കും. അന്ന് പോയത് കൊണ്ട് നന്നായി, നമ്മൾ ഇന്ന് അന്ന് അവിടെ നിന്ന് വിട്ടത് കൊണ്ട് നന്നായി. കാരണം പെട്ടെന്ന് പിള്ളേരുടെ കല്യാണം കഴിഞ്ഞു. ശ്രദ്ധിക്കണേ ദൈവമക്കളെ മനസ്സിലാക്കണം. ഇത് മണ്ണിന്മേൽ പണിത വീടാ, വീഴ്ച പെട്ടെന്നായിരിക്കും. ആഴക്കുഴിക്കാതെ, പാറമേൽ അടിസ്ഥാനമിടാതെ, ദൈവത്തെ മറന്നുകൊണ്ട്, ദൈവത്തെ ഒഴിവാക്കിക്കൊണ്ട് ഏത് ജോലിയാണേലും പോകും, ഏത് നന്മയാണേലും പോകും, ഏത് വീടാണേലും കാറ്റിലടിക്കും, ഏത് കാറാണെങ്കിലും വഴിയിട്ട് വരും. മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾ തിരിച്ചറിയേണ്ട കാര്യമാണ് ദൈവാത്മാവിനോട് പറഞ്ഞത്. അതാ ഞാൻ നിങ്ങളോട് പറയുന്നത്. അവിടെ പോയി പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു, 2 മരുമക്കളെ കിട്ടി. അന്യജാതിയായാലെന്താ? നമുക്കതൊന്നും വ്യവസ്ഥ വിഷയമല്ല. വ്യവസ്ഥ ഇല്ലാത്തടത്ത് പോകരുത്, ഇണയില്ലാപ്പണ കൂടരുത്, ഇതൊന്നും നമുക്കൊരു വിഷയമല്ല. ഇപ്പൊ നമ്മളെല്ലാം അഡ്ജസ്റ്റ്മെന്റ് കാലമാണ്, അഡ്ജസ്റ്റ്മെന്റ് ആണ്. മഹ്ളോനും കില്യാനും കല്യാണം കഴിച്ചു, രൂത്തും ഓർഫയും 2 പിള്ളേരെ കിട്ടി, നല്ല പിള്ളേരാ. അങ്ങനെ സന്തോഷത്തോടെ കഴിയുമ്പോൾ പെട്ടെന്ന് പാപത്തിന്റെ തൽക്കാല ഭോഗം, പെട്ടെന്ന് മരണം 1, മരണം 2, മരണം 3. എലിമലേക്ക് പോയി, അനുഭവിക്കാതെ പോയി. പെട്ടെന്ന് സന്തോഷം വന്നു, പെട്ടെന്ന് കെട്ടുപോയി. മഹ്ളോൻ മരിച്ചു, വിധവമാരുടെ എണ്ണം കൂടുകയാ. എലിമലേക്ക് പോയപ്പോൾ നവോമി വിധവയായി, മഹ്ളോൻ പോയപ്പോൾ രൂത്ത് വിധവയായി, കില്യോൻ പോയപ്പോൾ ഓർഫ വിധവയായി. നോക്ക് ദൈവത്തിന്റെ പൈതലേ, എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഒരിക്കൽ കൂടെ വേദനയോടെ ഞാൻ പറയാം. ഈ ലോകത്ത് ദൈവത്തെ മാറ്റി നിർത്തിയിട്ടുള്ള പ്രാർത്ഥനയും ഉപവാസവും ദൈവിക വചനധ്യാനവും ദൈവ സാന്നിധ്യവും മാറ്റി നിർത്തിയിട്ടുള്ള ഈ സന്തോഷങ്ങൾ പള്ളിക്കകത്താണെങ്കിലും തകരും, പള്ളിക്കകത്താണെങ്കിലും തകരും. കെട്ടിടങ്ങൾക്കകത്ത് നിങ്ങൾ കൊണ്ടുവരുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും തകരും, ലോകം തകരും. തിരിച്ചറിയണം, വേദനയോടെ പറയുക. ഇന്ന് പള്ളിക്കകത്ത് ജിമ്മ്, പള്ളിക്കകത്ത് കോർട്ട്, പള്ളിക്കകത്ത് വോളിബോൾ, പള്ളിക്കകത്ത് ഫുട്ബോൾ, പള്ളിക്കകത്ത് ലോകം മുഴുവൻ കളിയാണ്. ആ കളി പള്ളിക്കകത്ത് കയറ്റരുത്. ഇന്ന് നാളെ ഒരാളെ ക്രൂശിക്കും, ആഴ്ച ഓരോരുത്തർ ക്രൂശിച്ചോണ്ടിരിക്കുക. ക്രൂശൊന്നും വിഷയമല്ല. ശ്രദ്ധിക്കുക യുവമക്കളെ, ദൈവത്തെ മാറ്റി നിർത്തിയിട്ടുള്ള ലോകത്തിൽ ദൈവത്തെ മാറ്റി നിർത്തിയിട്ടുള്ള എല്ലാ ആഘോഷങ്ങളും താൽക്കാലികമാണ്. തിരിച്ചറിയണം. പെട്ടെന്ന് ആ കുടുംബം തകർന്നു. എലിമെലെക്കിന്റെ തീരുമാനമല്ലായിരുന്നോ പാവം പിടിച്ച നവോമി നിറഞ്ഞവൾ ഒഴിഞ്ഞതായി മാറിയത്? ആ കുടുംബത്തിൽ മക്കൾ തകർന്നു പോയത് എലിമെലെക്കെടുത്ത തീരുമാനമല്ലായിരുന്നോ? തെരഞ്ഞെടുപ്പല്ലായിരുന്നോ? അതുകൊണ്ടാണ് പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് തെറ്റിയാൽ പരിണിത ഫലം ഗുരുതരമാണ്. അപ്പോൾ അവൾ ഒരു വാർത്ത കേട്ടു. തകർന്നിരിക്കുമ്പോൾ 3 വിധവമാരുള്ള തകർന്ന ഒരു കുടുംബത്തിൽ അവൾ ഒരു വാർത്ത കേട്ടു. ബേത്ലഹേമിലെ ക്ഷാമം മാറി. പ്രാർത്ഥിക്കുന്നിടത്തൊന്നും ക്ഷാമമില്ല, പ്രാർത്ഥിക്കുന്നിടത്തൊന്നും പ്രശ്നമില്ല, പ്രാർത്ഥിക്കുന്നിടത്തൊന്നും പ്രതികൂലമില്ല. അത് മാറ്റാൻ കഴിവുള്ള കരുത്തുറ്റ ഒരു ദൈവമുണ്ട്.
എന്നെ കേൾക്കുന്ന സഹോദരി, നീ പ്രാർത്ഥിക്കുന്നത് വൃഥാവാകില്ല, നീ കരയുന്നത് വൃഥാവാകില്ല, നിന്റെ കണ്ണുനീര് വെറുതെ പോകില്ല. ദൈവത്തിന്റെ സമയമാകുമ്പോൾ വിലാപത്തെ നൃത്തമാക്കുവാൻ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടും. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നീ അവരുടെ നന്മ നോക്കി ആസാവ് പറഞ്ഞതുപോലെ പറയാതെ, നീ നിൽക്കുന്നിടത്താണ് നന്മ, നീ ഇരിക്കുന്നിടത്താണ് നന്മ, യേശു ഉള്ളിടത്താണ് നന്മ. യേശുവാണ് നന്മ. ഒരിക്കൽ കൂടെ പറയാം, യേശു തരുന്നതല്ല നന്മ, യേശുവാണ് നന്മ. അതുകൊണ്ടാണ് പുസ്തകം പറഞ്ഞത്, ആ ഓമന കുമാരനെ, ആ പുത്രനെ നിനക്ക് നന്നെങ്കിൽ അതോടുകൂടെ നിനക്ക് ആവശ്യമുള്ള ദൈവം തരാതിരിക്കുമോ എന്ന് പറഞ്ഞാൽ, പുത്രനെ കിട്ടിയാൽ അതിനേക്കാൾ വലുതായി ഈ ലോകത്തൊന്നുമില്ല. യേശുവിനെ കിട്ടിയവനെല്ലാം കിട്ടി. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം ചെയ്യുക. അവൾ വാർത്ത കേട്ട് അപ്പോഴും ആ കുടുംബം പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്, ദൈവത്തെ വിളിക്കുന്ന കുടുംബമാണ്. അവള് മോവാബ് ദേശത്താണെങ്കിലും അമ്മാമ പ്രാർത്ഥിക്കുന്ന അമ്മാമയാ. അമ്മാമ ദൈവത്തെ എനിക്ക് അമ്മാമ ഇഷ്ടമാണ്, ദൈവത്തെ വിളിക്കുന്ന അമ്മാമയാണ്. അതുകൊണ്ടാണ് അവളൊരു തീരുമാനം. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് അവൾ പറയാണ്, ഇനി ഞാൻ ഇവിടെ പാർക്കില്ല. മരുമക്കൾ വിളിച്ച് പറയാണ്, ഇനി ഞാൻ ഇവിടെ പാർക്കില്ല, ഞാൻ എന്റെ ദേശത്തേക്ക് പോകുകയാണ്, ഞാൻ എന്റെ ദേശത്തേക്ക് പോകുകയാണ്. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, ഗതികേടിൽ നിന്നാണെങ്കിലും എടുത്ത തീരുമാനം കറക്റ്റാ. ഗതികേടിൽ നിന്നാണ് ഇപ്പോൾ അവൾ അനുഭവിക്കുന്ന വല്ലാത്ത ഗതികേടാണ്, അതിനകത്തും അവളെടുത്ത തീരുമാനം കറക്റ്റാണ്. അവൾ പറഞ്ഞു, ഞാൻ മടങ്ങിപ്പോകും, ഞാൻ മടങ്ങി എന്റെ ദേശത്തേക്ക് പോകും, എന്റെ ആരാധനയിലേക്ക് മടങ്ങിപ്പോകും, എന്റെ കൂട്ടായ്മയിലേക്ക് മടങ്ങിപ്പോകും, ആ ദൈവ സാന്നിധ്യത്തിന്റെ അനുഭവത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോകും. അവൾ മരുമക്കളെ വിളിച്ചു വരുത്തിട്ട് പറഞ്ഞു, ഞാൻ എന്റെ ദേശത്തേക്ക്, എന്റെ ദേശം ഇതല്ല കുഞ്ഞുങ്ങളെ, എന്റെ ദേശം ഇതല്ല, എന്റെ ദൈവം ഇവിടെയല്ല, എന്റെ കൂട്ടായ്മ ഇവിടെയല്ല, ഞാൻ മടങ്ങിപ്പോവുകയാണ്. ഓർഫ എന്ന് പറയുന്ന മകളുടെ തീരുമാനമാണ്, തെരഞ്ഞെടുപ്പാണ് അടുത്തത്. അവൾ അമ്മായിമ്മയെ ചുംബിച്ചിട്ട് പറഞ്ഞു, ഓക്കെ ഓക്കെ ഓക്കെ. അവളുടെ തീരുമാനം അവിടെ പാർക്കാനാ. എന്നാൽ രൂത്തിന്റെ തീരുമാനം, നാലാമത്തെ ആൾ രൂത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. രൂത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒന്നും കണ്ടിട്ടില്ല, അവൾക്ക് ഈ ദേശം കണ്ടിട്ടില്ല, അവൾ ബേത്ലഹേം അവൾ കണ്ടിട്ടില്ല, ദൈവത്തെ അവൾ കണ്ടിട്ടില്ല. അവൾ കണ്ടത് അമ്മായിമ്മയിലൂടെയാണ്. അമ്മായിമ്മയുടെ പ്രാർത്ഥന അവൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ആ നവോമി പ്രാർത്ഥിക്കുന്നവളായിരുന്നു. നവോമിയുടെ ദൈവത്തെ അവൾക്ക് മനസ്സിലായിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. നവോമിയിലൂടെ അവൾ പറഞ്ഞു, ഇല്ലില്ല, നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. ആ തെരഞ്ഞെടുപ്പ് കണ്ടോ? ആ തെരഞ്ഞെടുപ്പ് കണ്ടോ? ശ്രദ്ധിക്കോ ദൈവമക്കളെ. അതാണ് ഞാൻ പറഞ്ഞത്, ആത്മീയ തെരഞ്ഞെടുപ്പ് കണ്ടു തെരഞ്ഞെടുക്കുകയല്ല, കാണാതെ തെരഞ്ഞെടുക്കുകയാണ്. വിശ്വാസത്താലുള്ള തെരഞ്ഞെടുപ്പാണ്. രൂത്ത് ബേത്ലഹേം കണ്ടിട്ടല്ല തെരഞ്ഞെടുത്തത്, അവിടെയുള്ള കൂട്ടായ്മ അവൾ കണ്ടിട്ടില്ല, അവിടെ വാഴുന്ന ദൈവത്തെ അവൾ കണ്ടിട്ടില്ല. പക്ഷെ അവൾ പറഞ്ഞു, നീ പാർക്കുന്നിടത്ത്, നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. ഇന്ന് പകൽ മറ്റുള്ളത് വിട്, മോവാബ് വിട്. ദൈവത്തിന്റെ ആത്മാവെന്ന് പകൽ പറയുന്നു, മോവാബ് വിട്. ഈ ദിവസം ദൈവാത്മാവ് പറയുന്നു, മോവാബ് വിട്, വ്യവസ്ഥയില്ലാത്ത ഇടം വിട്, ഭൗതികത മുൻനിർത്തിയുള്ള ജീവിതം വിട്, ദൈവിക കൂട്ടായ്മയിലേക്ക് വാ, ദൈവ സന്നിധിയിലേക്ക് വാ, ദൈവവചനത്തിലേക്ക് വാ, ദൈവിക ആരാധനയിലേക്ക് വാ, ദൈവ ശബ്ദത്തിലേക്ക് വാ. ഇവിടെ വലിയൊരു കൊയ്ത്തുണ്ട്. രൂത്തെടുത്ത ആ തീരുമാനം, ആ തെരഞ്ഞെടുപ്പ് അവളെ ആരാക്കി മാറ്റിയെന്നറിയാമോ? ബേത്ലഹേമിലെ യജമാനത്തിയാക്കി മാറ്റി. ബേത്ലഹേമിലെ കളപ്പുരയുടെ താക്കോൽ അവളുടെ കയ്യിലായി. തെരഞ്ഞെടുപ്പ് അതിന്റെ പരിണിത ഫലമാണ് നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്കിത് കഠിനമായിട്ട് തോന്നിയാൽ എന്നെ കുറ്റം പറഞ്ഞോ, നോ പ്രോബ്ലം, പ്രശ്നമല്ല. പക്ഷെ ഇതിനകത്തെ സാരാംശം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ദൈവം ഇതിനകത്തൂടെ എന്താണ് നിങ്ങളോട് പറഞ്ഞെന്നുള്ള ബോധ്യം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ തെരഞ്ഞെടുപ്പ് നമുക്ക് മാത്രമല്ല, നമ്മുടെ തലമുറകൾക്കും ബാധിക്കുന്ന വിഷയമാണ്. ഒരിക്കൽ കൂടെ പറയാം, നമ്മൾ എടുക്കുന്ന മാതാപിതാക്കന്മാരായ നമ്മൾ എടുക്കുന്ന തീരുമാനം, തെരഞ്ഞെടുപ്പ്
നമ്മൾക്ക് മാത്രമല്ല ബാധകമാകുന്നത്, നമ്മുടെ തലമുറകൾക്കും ബാധകമാകും. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആത്മീയതയെ മുൻനിർത്തിയുള്ള തെരഞ്ഞെടുപ്പാണ്, നിത്യതയെ മുൻനിർത്തിയുള്ള തെരഞ്ഞെടുപ്പാണ്, വിശ്വാസത്താലുള്ള തെരഞ്ഞെടുപ്പാണ്. അതാണ് നമ്മൾ കണ്ടത്. ഹാനോക്കും ഹാബേലും നോഹയും അബ്രഹാമും സാറയും ഇസ്ഹാക്കും യാക്കോബും യോസഫും ഗിദെയോനും രാഹാബും ബാരാക്കും ശിംശോനും യിഫ്താഹും ദാനിയേലും ശമൂവേലും അവരുടെ തെരഞ്ഞെടുപ്പ് വിശ്വാസത്താൽ. അതിന്റെ എല്ലാം അവസാനം ജയമായിരുന്നു. തീയുടെ ബലത്തെ കെടുത്തി, വാളിന് തെറ്റിയൊഴിഞ്ഞു, സിംഹങ്ങളുടെ വായടച്ചു. സിംഹം വന്നില്ലെന്നല്ല, തീ വെളിപ്പെട്ടില്ലെന്നല്ല, പക്ഷേ അതിന്റെ അവസാനം ജയമാണ്. വിശ്വാസത്താലുള്ള തെരഞ്ഞെടുപ്പ് ആത്മീയന് ജയമാണ്. ആത്മീയതയെ മുൻനിർത്തിയുള്ള തെരഞ്ഞെടുപ്പ് ആത്മീയന് ജയമാണ്. കണ്ണുകളെ അടയ്ക്കാം, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. നിങ്ങൾ എവിടെയായിരുന്നാലും, ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുന്ന ഭവനത്തിലായിരുന്നായിരിക്കാം, അതല്ല നിങ്ങൾ ജോലി സ്ഥലത്തിരുന്നായിരിക്കാം, വാഹനത്തിലിരുന്നായിരിക്കാം, ഒരുപക്ഷെ ഇന്നായിരിക്കത്തില്ല, സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇത് പോകുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ ഒരു കഴുതയെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ്. ഒരു ബുദ്ധിയുമില്ലാത്ത, ഒരു വിദ്യാഭ്യാസവുമില്ലാത്ത, നിങ്ങൾ പറയുന്ന ഈ ലോകത്തിലെ ഒരു നന്മയുടെയും മോടിയില്ലാത്ത ഒരു പാവം പിടിച്ചവൻ, ഒരു കഴുത സംസാരിക്കുകയാണ്. പക്ഷെ കഴുത സംസാരിക്കുന്നത് പ്രവാചകനോടാണ്. യാത്ര തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തുവാൻ ഒരു കഴുത ഉപയോഗിച്ചത് ദൈവമാണെങ്കിൽ എന്ന് പറയുന്നു. ശ്രദ്ധിച്ചൊന്ന് കേൾക്ക്. എവിടെയെങ്കിലും നമുക്ക് നമ്മുടെ മുൻഗണന മാറിയിട്ടുണ്ടോ? നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മൾ ആരെ മുൻനിർത്തിയാണ്? യേശുവിനെ മുൻനിർത്തി. അവന്റെ രക്ഷകൻ. എല്ലാറ്റിലും എനിക്ക് വലുതെന്റെ ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ തെളിഞ്ഞു നിന്നു, ആരാധനയിൽ തെളിഞ്ഞു നിന്നു, ഈ പുസ്തകം ചുമക്കുന്നതിൽ തെളിഞ്ഞു നിന്നു. ഈ പുസ്തകം നമ്മുടെ കയ്യിൽ നിന്ന് പോയോ? ഈ പുസ്തകം വിട്ടാൽ തീർന്നു. ഇതാണ് നമ്മുടെ വഴി, ഇതാണ് നമ്മുടെ സത്യം, ഇതാണ് നമ്മുടെ ജീവിതം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അറിയുന്ന ദൈവമാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പിനനുസരിച്ച് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ആ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, അടിയനെ കേൾക്കുന്ന എല്ലാ ദൈവജനത്തെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അടിയനേക്കാൾ യോഗ്യതയുള്ളവരാണ്. എന്നിരുന്നാലും ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ദിവസം കർത്താവ് അവരോട് സംസാരിക്കുന്നല്ലോ. ഈ ശബ്ദം കർത്താവ് ഒരു തിരിച്ചറിവായി മാറി. ദാവീദ് പറഞ്ഞതുപോലെ, ഞാൻ എന്റെ ദൈവത്തെ മുൻപിൽ നിർത്തിയിരിക്കുന്നു. എന്റെ മുൻപിൽ അവനാണ്. കൊട്ടാരമല്ല, ചക്രവർത്തി എന്ന പദമല്ല, കിരീടമല്ല, അധികാരമല്ല, ഞാൻ എന്റെ ദൈവത്തെ എന്റെ മുൻപിൽ നിർത്തിയിരിക്കുന്നു എന്ന് പറയത്തക്കവണ്ണം കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും, അടിയൻ ഉൾപ്പെടെ, അടിയന്റെ കുടുംബം ഉൾപ്പെടെ, ദൈവത്തെ മുൻനിർത്തി മുൻപോട്ട് പോകുവാൻ, ആ വഴിയിലൂടെ മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അത് നിത്യമാണല്ലോ കർത്താവെ. ആ യാത്ര നിത്യമാണല്ലോ. ഇവിടെ മരണം കൊണ്ട് അവസാനിക്കുകയില്ലല്ലോ. വീണ്ടും വാഴുന്ന ഒരു കാലം ഉള്ളതിനായി സ്തോത്രം കർത്താവെ. ലോകത്ത് അനർത്ഥ സംഭവങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അക്രമങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു, വേർപാടുകൾ നിത്യസംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു, പ്രകൃതി ശോഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ നടുവിൽ കർത്താവെ, എന്താണ് ഏറ്റവും വലുതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ കേൾക്കുന്ന എല്ലാ ജനത്തെയും എന്റെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തിലും അഭിഷേകത്തിലും ആത്മീയമായി അനുഗ്രഹിച്ച് അതിനനുസരിച്ച് ഭൗതികതയും കർത്താവെ, അതിന് തുടർമാനമായി ശാരീരികമായ എല്ലാ വിടുതലും വെളിപ്പെടുത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ തലമുറകൾ യേശു കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. യേശു കർത്താവിന്റെ നാമത്തിൽ നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കുടുംബങ്ങൾ യേശു കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടും. അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും. അവരുടെ നന്മ നിങ്ങൾ അനുഭവിക്കും. യേശു കർത്താവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യമാകും. യേശു കർത്താവിന്റെ നാമത്തിൽ നിങ്ങളുടെ ഭാവി മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അനുഗ്രഹമാക്കി ദൈവം മാറ്റും. അങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ കുടുംബങ്ങളെയും എല്ലാ തലമുറകളെയും അനുഗ്രഹിക്കുന്നു. ഒരുമിച്ച് താഴ്ത്തുന്നു. മുഴുവൻ മഹത്വം യേശു കർത്താവിന് മാത്രം അർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ അടിയങ്ങളെ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.